രഞ്ജിത്തിനെ പോലെ വലിയ ഹിറ്റുകളായ സിനിമകൾക്ക് വേണ്ടി എഴുതിയ ആൾ, അല്ലെങ്കിൽ സിനിമ രാവണപ്രഭുവിനെ പോലെ ഒരു സിനിമ സംവിധാനം ചെയ്ത ആൾക്ക് അടുത്ത സിനിമ വലിയ പരാജയമാകുന്ന തരത്തിൽ എടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചു പോകുന്നത്? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയും ഒരു കൊമേഴ്സ്യൽ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഒരു തരം പാചകം തന്നെയാണല്ലോ. വേണ്ട അളവിൽ പ്രേക്ഷകനിലേക്ക് എത്തിക്കാണില്ല, അയാളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരാജയം തന്നെയാണ്. ഞാനിപ്പോൾ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. എനിക്ക് റോക്ക് ആൻഡ് റോളിനെ പോലെ ഒരു സിനിമ അത് വിജയിക്കുമെന്ന് താങ്കൾ കരുതിയിരുന്നു? എനിക്കത് ചെയ്യുമ്പോൾ കരുതിയിരുന്നു. ഞാൻ മാത്രമല്ല, ലാലും അതിൽ അഭിനയിച്ച ആളുകളും എല്ലാവരും തന്നെ ഇതൊരു ഫൺ ഫിലിമായിട്ട് ആളുകൾ കാണുമെന്നാണ്. നസ്രാണിയെ കുറിച്ചും അങ്ങനെ തന്നെ തോന്നിയിരുന്നു. നസ്രാണി പൂർണ്ണമായൊരു തിരക്കഥ എഴുതി, അത് ശ്രീ ജോഷി വായിച്ചു കേട്ടു, ശ്രീ മമ്മൂട്ടി വായിച്ചു കേട്ടു. ജോഷിക്ക് അത് വളരെ തൃപ്തിയായ തിരക്കഥയായിരുന്നാണ് പറഞ്ഞത്. രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെ ഒരു തിരക്കഥാകൃത്തായിട്ട് വന്നു, അതിനുശേഷം സംവിധായകനായി, താങ്കൾ ഒരു ചിത്രത്തിന് പാട്ട് എഴുതി, ഇപ്പോൾ താങ്കൾ ഗുൽമോഹറിലെ നായക നടനുമായി. അപ്പോൾ ഒരു തരത്തിലൊരു സ്വയം നവീകരണമാണത്. പക്ഷെ സിനിമയിൽ താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, താങ്കളുടെ സിനിമ, ആ സിനിമകളിൽ എന്താണ് നവീകരണം ഉണ്ടായിരിക്കുന്നത്? ആ സിനിമകളുടെ നവീകരണം എന്ന് പറയുന്നത് ഇപ്പം തിരക്കഥ എന്നുള്ള സിനിമയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരക്കഥയിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള തിരക്കഥകളിൽ ഏറ്റവും ഡിഫറൻ്റായി എനിക്ക് ഫീൽ ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് തിരക്കഥയുള്ളത്. കാരണം ഒരു യൂഷ്വൽ പാറ്റേണിലോ സ്ട്രക്ചറിലോ അല്ല സിനിമ നിൽക്കുന്നത്. 3 കഥാപാത്രങ്ങളുടെ മോണോലോഗ്സിലൂടെ പോകുന്നവർ. ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായി അങ്ങനെയൊന്നും കണ്ടുപിടിച്ചു എന്നല്ല. ലോക സിനിമയിൽ അതിനൊക്കെ വലിയ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഒരു രചനാരീതിയിൽ നിന്ന് ഞാൻ സ്വയം നവീകരിച്ച ഒരു പുതിയ രചനാരീതിയും മേക്കിങ്ങും ആ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചാലും ഈ തിരക്കഥയുടെ പ്രമേയം കമലഹാസനും ശ്രീവിദ്യയും തമ്മിൽ ഉണ്ടായിരുന്ന സ്നേഹബന്ധം ആണ് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? അതെന്തായാലും കമലഹാസന്റെ ശ്രീവിദ്യയുടെയും ജീവചരിത്രമല്ല. പക്ഷേ ജീവചരിത്രമല്ല. പക്ഷെ ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന, എനിക്ക് അവരെ നല്ല പരിചയമുണ്ടായിരുന്നു. അവർ ഏതാണ്ട് അവരുടെ ഒരു അവസാന നാളുകളിൽ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരെ കാണുവാൻ വേണ്ടി കമൽഹാസൻ വന്നിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ അവർക്കൊപ്പം ചെലവഴിച്ചാണ് അദ്ദേഹം തിരിച്ചു പോയത്. പക്ഷെ അതാരും അറിഞ്ഞിരുന്നു. മീഡിയ ഒന്നും വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല. അദ്ദേഹം വന്നു, എന്തായാലും അവരെ കണ്ടു ഒരു 1 hour. എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ട് അധികം ദിവസങ്ങൾക്കുള്ള അവർ മരിക്കുകയും ചെയ്തു. ഈ സന്ദർശനം എൻ്റെ മനസ്സിൽ ശക്തമായി കിടന്നിരുന്നു. കാരണം അവർ ഒരിക്കൽ പ്രണയത്തിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീവിദ്യ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് മാത്രമല്ല, അവർക്കും അറിയാവുന്ന കാര്യമാണത്. പക്ഷെ അതിൽ മറ്റൊന്നുകൂടി ഉണ്ട്. കാരണം അവർ പലപ്പോഴും കമൽഹാസനെ കുറിച്ച് സംസാരിച്ചിട്ട് ചിലപ്പോഴൊക്കെ അവർ കുറച്ചൊരു ക്ഷോഭം കലർന്ന രീതിയിലും സംസാരിച്ചിരുന്നു. എവിടെയോ ഒരു ദേഷ്യമുള്ളതുപോലെയും സംസാരിച്ചു. ആ ദേഷ്യം ശക്തമായ പ്രണയമായിരിക്കില്ലേ എന്നാണ് എനിക്ക് ഈ സന്ദർശനം എന്നെ ചിന്തിപ്പിച്ചത്. കാരണം ഏതാണ്ട് ഡെത്ത് ബെഡ് എന്ന് പറയാമെന്നല്ല, ആ സമയത്ത് അവർ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിൽ അവർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും ആ മനുഷ്യൻ. അപ്പം ഈ മീറ്റിംഗ് ആണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത്. അത് അങ്ങനെ ഒരു അവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെടുന്ന ഒന്നും തന്നെ അത് അല്ല എൻ്റെ ജോലി. അങ്ങനെ ഒരാളെ ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചുപോയ ആദരണീയമായ ഒരു കലാകാരി, അങ്ങനെ ഇതാണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്നുള്ള ഉറപ്പാണ്. ഇപ്പം ഞാൻ ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ ഞാനും എൻ്റെ മ്യൂസിക് ഡയറക്ടർ ശരത്തും കൂടെ കാണുമ്പോൾ ഒരാളെ കൂടെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം. ഡബിൾ പോസിറ്റീവാണ്, ഡയലോഗ് മാത്രമേ ഉള്ളൂ. സിനിമ അറിയുന്ന ആളായിരിക്കണം. അങ്ങനെ മ്യൂസിക് ഒന്നുമില്ല, എഫക്ട്സ് ഒന്നും ഇല്ലാത്തൊരു സാധനം കാണുമ്പോൾ മറ്റൊരാൾക്ക് ഒരു ലേമൻ ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല. അത് പെട്ടെന്ന് ഞാൻ ഓർത്തത് രോഹിണി എന്ന് പറഞ്ഞ ആക്ട്രസിനെ. ഞാൻ അവരെ ഒന്ന് ഫോൺ ചെയ്ത വളരെ അടുത്തുണ്ട്. അവർ ഭരണി സ്റ്റുഡിയോയിലൊരു, ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് AVM വരെ വരാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ വന്നു. അവർ ഞാൻ സിനിമ കാണും. ഞാനും ശരത്തും അവരും ചേർന്നാണ് ഈ പടം കാണും. അവർ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് പോയി. പിന്നെ എനിക്ക് SMS അയച്ചു. അതിലവർ പറഞ്ഞത് നടികളുടെ സമൂഹത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു എന്നാണ് അവരെനിക്ക് അയച്ച വാചകം. ഈ നടികളുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രം താങ്കൾ ആ സിനിമയെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ കമലഹാസൻ ഈ സിനിമയെക്കുറിച്ച് എന്ത് തോന്നും എന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 3 മോണോലോഗുകളാണ്, 3 പെർസ്പെക്റ്റീവാണ് സിനിമ. കമലഹാസൻ ശ്രീവിദ്യയും മാറ്റി നിർത്തി, അവർ രണ്ടുപേരും അല്ലേത്. അജയചന്ദ്രനും മാളവികയും അക്ബർ അഹമ്മദ് എന്ന് പറയുന്ന സംവിധായകരുമാണ് ഈ 3 പേർ. ഈ 3 പേരുടെ മോണലോഗിലൂടെയാണ് സിനിമ പോകുന്നത്. പക്ഷെ എങ്കിലും ഇത് ശ്രീവിദ്യ അങ്ങോട്ട് ഉത്കടമായി സ്നേഹിച്ചിട്ടുണ്ടാവാം എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അത് ഒരു കമലഹാസന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല ഈ കാര്യത്തിൽ. ഇവിടെ ആദ്യമേ ജോണി ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ശ്രീവിദ്യയുടെയും കമലഹാസന്റെ അല്ല. എന്നെ ഇൻസ്പയർ ചെയ്ത
ഒരു മീറ്റിംഗ്, അങ്ങനെ എന്തും ആവാമല്ലോ. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പോസ്റ്ററുകളിലൂടെ ശ്രീവിദ്യയെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്ററുകളിൽ ഞാൻ ശ്രീവിദ്യക്ക് ഒരു ഹോമേജ്, ഞാൻ സിനിമയിലും ഒരു ഹോമേജ് കൊടുക്കുന്നുണ്ട്. അടുത്ത പോസ്റ്റർ ഞാൻ പ്ലാൻ ചെയ്യുന്നത് മോണിഷ, ശോഭ, നർഗീസ് അങ്ങനെയുള്ള 3 നടികൾക്ക് വേണ്ടിയാണ്. മറ്റൊരു പോസ്റ്റർ വരുന്നത് പത്മരാജനും ഭരതനുമാണ്. പോയ കാലത്തെ ഒരു നല്ല സിനിമകളുടെ വക്താക്കളെ കൂടി സ്മരിക്കുക എന്നുകൂടുള്ള ഒരു കാര്യം അതുകൊണ്ട്